നമസ്കാരം. ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. ശനിയാഴ്ച മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിങ്കളാഴ്ച വരെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും ഞായറാഴ്ചയും തിങ്കളാഴ്ചയും പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. ഇന്നു മുതൽ ഈ മാസം 30-ാം തീയതി വരെ സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സ്ഥിര അധ്യാപകർക്കൊപ്പം എല്ലാ മാസവും അതിഥി അധ്യാപകർക്കും ശമ്പളം നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളുടെ കരട് രൂപരേഖ തയ്യാറായി. സ്ഥിര അധ്യാപകർക്കൊപ്പം എല്ലാ മാസവും അതിഥി അധ്യാപകർക്കും ശമ്പളം നൽകുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളുടെ കരട് രൂപരേഖ തയ്യാറായതായി ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ ആർ ബിന്ദു. സർക്കാർ എയ്ഡഡ് കോളേജുകളിൽ ജോലി ചെയ്യുന്നവർക്ക് സമയബന്ധിതമായി ശമ്പളം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല ഉദ്യോഗസ്ഥ യോഗത്തിലാണ് രൂപരേഖ തയ്യാറാക്കിയത്. ഇതിന്റെ ഭാഗമായി ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ കൊളീജിയേറ്റ് വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ് ഉടൻ പുറത്തിറക്കും. ഇനി മുതൽ എല്ലാ വർഷവും അധ്യാപകരുടെ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തേണ്ട ആവശ്യമില്ല. ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയാൽ മതി. അത് DCE, DD ഓഫീസുകൾ പരിശോധിച്ച് അംഗീകാരം നൽകിയാൽ പ്രത്യേക രജിസ്ട്രേഷൻ നൽകും. ഏതു DD ഓഫീസ് പരിധിയിൽ വരുന്ന കോളേജുകളിലും ജോലി ചെയ്യാനാകും. ചട്ടപ്രകാരമാണോ നിയമനം നടത്തുന്നത് എന്നത് മാത്രം DD ഓഫീസുകൾ പരിശോധിക്കും. ഗസ്റ്റ് അധ്യാപക നിയമനം കഴിഞ്ഞാൽ 1 മാസത്തിനകം തന്നെ ബന്ധപ്പെട്ട പ്രിൻസിപ്പൽമാർ കോളേജ് വിദ്യാഭ്യാസ ഉപ ഡയറക്ടറേറ്റിലേക്ക് പ്രപ്പോസൽ സമർപ്പിക്കണം. തുടർന്ന് വേഗത്തിൽ അംഗീകാരം നൽകി ശമ്പളം നൽകുമെന്ന് മന്ത്രി അറിയിച്ചു. അക്കാദമിക് പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടത്തുന്ന ഫീൽഡ് സന്ദർശനങ്ങൾ, പരീക്ഷ, മൂല്യനിർണ്ണയ ജോലികൾ എന്നിവയിൽ പങ്കെടുക്കുന്ന അതിഥി അധ്യാപകർക്കും വേതനം നൽകും. അക്കാദമിക് പ്രവർത്തനങ്ങളോടൊപ്പം സെമിനാറുകളും കോൺഫറൻസുകളും അടക്കമുള്ള മറ്റ് അക്കാദമിക് പരിപാടികളിൽ പങ്കെടുക്കാൻ അതിഥി അധ്യാപകർക്ക് ശമ്പളത്തോടു കൂടിയുള്ള ഓൺ ഡ്യൂട്ടിയും അനുവദിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. അതിഥി അധ്യാപകരുടെ ശമ്പള വിതരണവുമായി ബന്ധപ്പെട്ട് ഒക്ടോബറിൽ അദാലത്ത് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് നിലമ്പൂർ MLA PV അൻവറിന്റെ വാർത്താ സമ്മേളനം. പരസ്യ പ്രതികരണം പാടില്ലെന്ന പാർട്ടി നിർദ്ദേശം ലംഘിച്ചുകൊണ്ടാണ് PV അൻവർ MLA വാർത്താ സമ്മേളനം നടത്തിയത്. ADGP MR അജിത് കുമാറിനെതിരെയും മുൻ SP സുജിത് ദാസിനെതിരെയുമുള്ള കേസന്വേഷണം കൃത്യമല്ലെന്നും സ്വർണ്ണക്കടത്ത് കേസിലെ അന്വേഷണം പ്രഹസനമെന്നും പാർട്ടി ഉറപ്പ് പാടെ ലംഘിച്ചുവെന്നും തന്നെ കള്ളക്കടത്തുകാരനാക്കിയെന്നും അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രി എന്ന സൂര്യൻ കെട്ടുപോയെന്നും ജനങ്ങൾ മുഖ്യമന്ത്രിയെ വെറുക്കുന്നുവെന്നും മന്ത്രിയുടെ ഗ്രാഫ് 0 അൻവർ പറഞ്ഞു. പിണറായി വിജയൻ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാകുമെന്നും CPM നേതാക്കളുടെ കാലിൽ ചങ്ങലയെന്നും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ നിസ്സഹായാവസ്ഥയിലാണെന്നും അൻവർ തുറന്നടിച്ചു. ആഭ്യന്തരം പരാജയമായെന്നും മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പ് ഭരിക്കാൻ യോഗ്യതയില്ലെന്നും ADGPയെ സംരക്ഷിക്കുന്നത് റിയാസിന് വേണ്ടിയാണെന്നും പറഞ്ഞ അൻവർ കൊടിയേരി ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നുവെന്നും കൂട്ടിച്ചേർത്തു. LDF ബന്ധം ഉപേക്ഷിച്ച് MLA PV അൻവർ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ലെന്ന് അറിയിച്ച അൻവർ MLA സ്ഥാനം രാജിവെക്കില്ലെന്നും നിയമസഭയിൽ നടുപക്ഷത്തിരിക്കുമെന്നും വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. തനിക്ക് പാർട്ടിയിലെ സാധാരണക്കാരായ സഖാക്കളുടെ പിന്തുണയുണ്ടെന്നും അവരോട് കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് പറഞ്ഞു. PV അൻവർ MLA ഉയർത്തിയ ആരോപണങ്ങളോട് പ്രതികരിക്കാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആലുവ ഗസ്റ്റ് ഹൌസിലും വിമാനത്താവളത്തിലും കാത്തുനിന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ മുഖ്യമന്ത്രി PB യോഗത്തിൽ പങ്കെടുക്കാനായി ഡൽഹിക്ക് യാത്രയായി. സംസ്ഥാനത്തെ ട്രഷറികളിൽ ഒക്ടോബർ 1 രാവിലെ പണമിടപാട് ആരംഭിക്കാൻ വൈകുമെന്ന് ട്രഷറി വകുപ്പ്. സെപ്റ്റംബർ 30 പാദവർഷം അവസാനിക്കുന്നതിനാൽ പിറ്റേ ദിവസം ഏജൻസി ബാങ്കുകളിൽ നിന്നും പണം ലഭ്യമായ ശേഷം മാത്രമേ ഇടപാടുകൾ ആരംഭിക്കാൻ സാധിക്കൂ എന്നും ട്രഷറി വകുപ്പ് പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ വ്യക്തമാക്കി. ADGP MR അജിത് കുമാറിന്റെയും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയുടെയും സ്വത്ത് വിവരം അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ട് വിജിലൻസ് കോടതിയിൽ പൊതുതാൽപര്യ ഹർജി. ഹർജിയിൽ റിപ്പോർട്ട് നൽകാൻ വിജിലൻസ് തിരുവനന്തപുരം കോടതി ഡയറക്ടർക്ക് നിർദ്ദേശം നൽകി. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥിന്റെ മരണത്തിന് കാരണക്കാരായ കോളേജ് ഡീനിനെയും ഹോസ്റ്റൽ അസിസ്റ്റന്റ് വാർഡനെയും തിരികെ പ്രവേശിപ്പിക്കാനുള്ള തീരുമാനം തടയണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി. ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ഹരിപ്രസാദിന്റെ റിപ്പോർട്ടിൽ ഡീനും അസിസ്റ്റന്റ് വാർഡനും കുറ്റക്കാരാണെന്നും അവർക്കെതിരെ നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. സെക്രട്ടേറിയറ്റിലെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർക്ക് ഇന്നലെ ശമ്പളം ലഭിച്ചു. ട്രഷറിയുടെ ഭാഗത്തു നിന്ന് ഗുരുതര പിഴവ് സംഭവിച്ചുവെന്നും 46 ലക്ഷം രൂപയുടെ ശമ്പള ബില്ല് അബദ്ധത്തിൽ ട്രഷറി ഓഫീസർ ഒപ്പിട്ടതാണെന്നും വിശദീകരണം. സംസ്ഥാനത്തെ തെരഞ്ഞെടുത്ത 10 വെറ്റിനറി ആശുപത്രികൾ സ്മാർട്ട് ആക്കുമെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J ചിഞ്ചുറാണി. പെരുമ്പാവൂർ ഒക്കൽ മൃഗാശുപത്രിയുടെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി.
ദേവികുളം MLA എ രാജയുടെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരായ അപ്പീൽ സുപ്രീം കോടതി വിധി പറയാനായി മാറ്റി. എ രാജ ഹാജരാക്കിയ കണ്ണൻദേവൻ ഹിൽ പ്ലാന്റേഷൻ കമ്പനിയുടെ രേഖയാണ് കേസിൽ നിർണായകമാവുക. അരുണാചൽ പ്രദേശിലെയും നാഗാലാൻഡിലെയും ചില പ്രദേശങ്ങളിൽ 6 മാസത്തേക്ക് കൂടി അഫ്സ്പ നീട്ടി കേന്ദ്ര സർക്കാർ ഉത്തരവിറക്കി. സായുധ സേനയ്ക്ക് പ്രത്യേക അംഗീകാരം നൽകുന്ന നിയമമായ അഫ്സ്പ നാഗാലാൻഡിലെ 8 ജില്ലകളിലും അരുണാചൽ പ്രദേശിലെ 3 ജില്ലകളിലും മറ്റു ചില പ്രദേശങ്ങളിലും ക്രമസമാധാന നില അവലോകനം ചെയ്ത ശേഷമാണ് 6 മാസത്തേക്ക് കൂടി നീട്ടിയത്. രാജ്യത്ത് വീണ്ടും ട്രെയിൻ അട്ടിമറിക്ക് ശ്രമമെന്ന സൂചന. ഗുജറാത്തിൽ റെയിൽവേ പാളത്തിൽ സ്ഥാപിച്ച ഇരുമ്പ് ദണ്ഡിൽ ട്രെയിൻ ഇടിച്ചു. ട്രെയിൻ ഇരുമ്പ് ദണ്ഡിൽ ഇടിച്ചതിനെ തുടർന്ന് മണിക്കൂറുകളോളം ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. വിശദമായ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു. ഉത്തർപ്രദേശിലെ എല്ലാ ഭക്ഷണ കേന്ദ്രങ്ങളിലും CCTV നിർബന്ധമാക്കി UP സർക്കാർ. ശുചിത്വമില്ലാത്ത സാഹചര്യങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുന്നുവെന്നും മായം ചേർക്കുന്നുവെന്നുമുള്ള വിവിധ റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് പുതിയ തീരുമാനം. 471 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷം തമിഴ്നാട് മുൻ മന്ത്രി സെന്തിൽ ബാലാജി പുറത്തേക്ക്. ബാലാജിക്ക് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ബാലാജിയെ സ്വാഗതം ചെയ്യുന്നതായി എക്സിൽ കുറിച്ച മുഖ്യമന്ത്രി സ്റ്റാലിൻ, അന്വേഷണ ഏജൻസികൾ ഭരിക്കുന്നവരുടെ ചട്ടുകമാകുമ്പോൾ സുപ്രീം കോടതി മാത്രമാണ് പ്രതീക്ഷയെന്നും പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിശക്തനാണെന്ന് താൻ എപ്പോഴും പറയാറുണ്ടെന്നും എന്നാൽ അദ്ദേഹം ദൈവമല്ലെന്നും മുൻ ദില്ലി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാൾ. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷം ആദ്യമായി ദില്ലി നിയമസഭയെ അഭിസംബോധന ചെയ്ത കെജ്രിവാൾ ദൈവം തനിക്കൊപ്പമുണ്ടെന്നും സുപ്രീം കോടതിക്ക് നന്ദിയുണ്ടെന്നും പറഞ്ഞു. ഇസ്രയേലിനെതിരെ വീണ്ടും റോക്കറ്റ് ആക്രമണം നടത്തി ഹിസ്ബുള്ള. ഇസ്രയേലിലെ കിര്യത്ത് ഷ്മോണ എന്ന പ്രദേശത്താണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയത്. 10 മിനിറ്റിനുള്ളിൽ 11 റോക്കറ്റുകളാണ് ഇവിടേക്ക് പാഞ്ഞെത്തിയത്. ഇതിൽ ആദ്യം വിക്ഷേപിക്കപ്പെട്ട റോക്കറ്റിനെ നിഷ്ക്രിയമാക്കിയതായി ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. റാഫേൽ ആയുധ ഫാക്ടറിക്ക് സമീപം മിസൈൽ ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണവും നടത്തിയിരിക്കുന്നത്. ഹിസ്ബുള്ള തൊടുത്ത ആദ്യത്തെ റോക്കറ്റ് ഗോലാൻ കുന്നുകളിൽ വെച്ച് തടഞ്ഞെന്ന് ഇസ്രയേൽ സൈന്യം പറഞ്ഞു. 10 മിനിറ്റിനുള്ളിൽ 10 ഫലക് 1 റോക്കറ്റുകൾ കൂടി കിര്യത്ത് ഷ്മോണയ്ക്ക് നേരെ തൊടുത്തു. ഇതിൽ ചിലത് തുറസായ സ്ഥലങ്ങളിലാണ് പതിച്ചതെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു. നേരത്തെ 45 മിസൈലുകൾ ഉപയോഗിച്ച് ഹൈഫയിലെ ഇസ്രയേലിന്റെ റാഫേൽ ആയുധ ഫാക്ടറിയെ ഹിസ്ബുള്ള ലക്ഷ്യമിട്ടിരുന്നു. ഇന്നു മാത്രം 3 തവണയാണ് ഇസ്രയേലിനെതിരെ ഹിസ്ബുള്ള ആക്രമണം നടത്തിയത്. അതേസമയം ലെബനനിലേക്ക് പ്രവേശിക്കാൻ ഇസ്രയേൽ സൈന്യം തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ട്. ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പൂർണ്ണമായും തകർക്കുക എന്നതാണ് ഇസ്രയേലിന്റെ ലക്ഷ്യം. ഇസ്രയേൽ സൈനിക മേധാവി ലഫ്റ്റനന്റ് ജനറൽ ഹെർസി ഹലേവി ഇതുമായി ബന്ധപ്പെട്ട സൈന്യത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇസ്രയേൽ ആക്രമണം ശക്തമാക്കിയാൽ ലെബനനെ എല്ലാവിധത്തിലും പിന്തുണയ്ക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ലെബനനിലെ 2000-ലധികം കേന്ദ്രങ്ങളാണ് ഇസ്രയേൽ സൈന്യം ആക്രമണം നടത്തിയത്. ISL-ൽ ചെന്നൈ FC-യെ എതിരില്ലാത്ത 1 ഗോളിന് കീഴടക്കി മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്. ISL-ലെ തങ്ങളുടെ ആദ്യ ജയമാണ് മുഹമ്മദൻസ് ഇന്നലെ സ്വന്തമാക്കിയത്. ബംഗ്ലാദേശിനെതിരായ ഇന്ത്യയുടെ 2ാം ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്നു മുതൽ കാൺപൂരിലെ ഗ്രീൻ പാർക്ക് സ്റ്റേഡിയത്തിൽ. 2 ടെസ്റ്റുകൾ മാത്രമുള്ള പരമ്പരയിലെ ആദ്യ മത്സരം ഇന്ത്യ സ്വന്തമാക്കിയിരുന്നു.